ഹായ് ഹലോ, ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് രേവതിയും സച്ചിയും. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സമ്മാനമൊക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷത്തോടുകൂടി അവർ ജീവിക്കുകയാണ്. എന്നാൽ ഇതിനിടയിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുന്നുണ്ടല്ലോ. ശ്രുതി മാത്രമല്ല, കുറച്ചുപേര് ശ്രമിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ശ്രമിക്കുന്നത്. പക്ഷെ ഇത്രയും നാളും സച്ചിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന വർഷ പോലും ഇന്ന് സച്ചി കുറ്റം പറഞ്ഞ ശ്രുതിക്കെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. അതായത് ശ്രുതിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് വർഷ കൊടുക്കുന്നത്. ഇതോടുകൂടി കഥയിൽ പുതിയ വഴിത്തിരിവാൻ വേണ്ടിയിട്ട് പോകുവാണ്. വലിയ കുരുക്കിൽ നിന്നും ശ്രുതി താഴോട്ട് വീഴാൻ വേണ്ടിയിട്ട് പോകുവാണ്. ഏത് നിമിഷം വേണമെങ്കിലും ശ്രുതിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴാം. എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രതീക്ഷിക്കാത്ത കിട്ടിലൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടക്കുന്നത്. അങ്ങനെ ശ്രുതി ചായ വേണം, തലവേദനയാണെന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ അടുത്തെത്തിയതിനു ശേഷം രേവതി ഈ കാറ് എങ്ങനെ മേടിച്ചതാ, ഈ പൈസ അത്രയും നീ പൂകെട്ടി മേടിച്ചതാണോ അതോ കട മേടിച്ചതാണോ, നീ എന്തിനാ സച്ചിക്ക് ഇങ്ങനെയെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത്, സച്ചി നിന്നെ അത്രത്തോളം വേദനിപ്പിക്കുന്നില്ലേ, നിന്നെ അത്രത്തോളം കരയിപ്പിക്കുന്നില്ലേ, കുടിച്ചുകൊണ്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കാറില്ലേ, നിന്റെ അനിയന്റെ കൈ തല്ലി ഓടിച്ചതല്ലേ, അപ്പൊ പിന്നെ നീ എന്തിനാ അവനിങ്ങനെ കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രേവതി ചെയ്ത കാര്യം എന്തോ വലിയൊരു തെറ്റായി പോയി എന്നും സച്ചിയെ പോലെ ഒരാൾക്ക് കാറൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല, അത് ഭയങ്കര മോശമായി പോയി എന്നുള്ള രീതിയിൽ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ രേവതി പൈസ ഈ ജോലി ചെയ്ത് വാങ്ങിച്ചതല്ല, അല്ലാതെ കടം മറിച്ച് വാങ്ങിച്ചതാണ് എന്നുള്ള രീതിയിലും ശ്രുതി ഇങ്ങനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി. ആദ്യമൊക്കെ രേവതി കടിച്ചു പിടിച്ചു നിന്നു. പിന്നെ ആയപ്പോൾ രേവതി അതിനനുസരിച്ച് മറുപടി പറയാൻ തുടങ്ങി. എന്നിട്ടും ശ്രുതിക്കൊരു കൂസലും ഇല്ലാതെ ശ്രുതി വീണ്ടും ആ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടോണ്ട് വന്ന വർഷയ്ക്ക് പോലും ഇത് സഹിച്ചില്ല. വർഷ ഓടി വന്നതിന് ശേഷം രേവതിയോട് പറഞ്ഞു, രേവതി ചേച്ചി, സച്ചേട്ടൻ ചെയ്ത കാര്യം നല്ല കാര്യമല്ലേ, അതിന് ശ്രുതി ചേച്ചി എന്തിനാ രേവതി ചേച്ചിയോട് ഇങ്ങനെ കുറ്റം പറയുന്നത്, എത്രയൊക്കെ ആണെങ്കിലും ഭർത്താവ് തന്നെയാണ്, ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. മുമ്പ് ഞാനും വിചാരിച്ചു എന്നെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ എന്നെ വഴക്ക് പറയുന്നതോ ആയ ആളുകളോട് ഞാൻ മിണ്ടാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്കൊരു കാര്യം ചെയ്യാൻ പാടില്ല, അവർക്ക് വേണ്ടിയിട്ട് ഒരു നന്മയും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഞാനും സെൽഫിഷ് ആയിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിന്തിച്ചു, ഒരാൾക്കിടയിൽ എങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു, ആ പ്രശ്നങ്ങൾ എങ്ങനെ പ്രശ്നം സോൾവ് ആക്കി ഒത്തൊരുമയോടുകൂടി നല്ല ജീവിതം മുന്നോട്ട് നയിക്കാം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് സച്ചേട്ടന് എങ്ങനെയോ ആയിക്കോട്ടെ, കുടിയനോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ രേവതി ചേച്ചിക്ക് സച്ചേട്ടൻ ജീവനാണ്. അതുപോലെ തന്നെ രേവതി ചേച്ചി സച്ചേട്ടൻ സ്നേഹിക്കുന്നുണ്ട്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി മുന്നേറുവാണ്. അതിനിടയിൽ ചേച്ചിയായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നൊക്കെയുള്ള രീതിയിൽ വർഷ സംസാരിച്ചു. അപ്പോൾ ഉടനെ തന്നെ വർഷയ്ക്ക് മനസ്സിലായി താൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രേവതിയും വർഷയും കൂടി തന്നെ എടുത്തിട്ട് അമ്മാനമാടും. അതുകൊണ്ട് വർഷ ഉടനെ തന്നെ പ്ലേറ്റ് മാറ്റി. വർഷയല്ല, നമ്മുടെ ശ്രുതി ഉടനെ തന്നെ പ്ലേറ്റ് മാറ്റി. വർഷേ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല, എനിക്കറിയാം അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്, പക്ഷെ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാൽ വർഷം ഉടനെ തന്നെ അതിന് മറുപടിയും നൽകി. ചേച്ചി എല്ലാം ഓക്കെയാണ്, പക്ഷേ ഒരാളുടെ ജീവിതത്തിൽ കയറി ഒരുപാട് അങ്ങ് ഇടപെടുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് ആ ഒരു ബോർഡർ കടന്നു പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണെന്ന് വർഷ പറഞ്ഞു കൊടുത്തു. അതുമാത്രമല്ല, ശ്രുതി ചേച്ചിയും സുധി ചേട്ടനും തമ്മിൽ സുധിയും ചേട്ടനും കൂടി തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ. എന്നിട്ട് സുധി ചേട്ടൻ മുകളിലെ ടെറസിന്റെ മണ്ടയിൽ പോയി കിടന്നുറങ്ങിയ ദിവസങ്ങൾ വരെ ഉണ്ടായിരുന്നില്ലേ. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് പോകുന്നില്ലേ, നിങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം മാറ്റി ഒത്തൊരുമയോടുകൂടി പോകുന്നില്ലേ. ഇപ്പോൾ സുധി ചേട്ടന്റെ ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ചേച്ചിയുടെ അച്ഛന്റെ കയ്യിൽ നിന്നും കുറച്ച് പൈസ മേടിച്ചു കൊടുക്കുമെന്ന് ആന്റി എന്നോട് പറഞ്ഞല്ലോ. ഓ, അപ്പൊ അത് നിന്നോട് പറഞ്ഞു അല്ലേ. അല്ല വർഷേ, ഞാൻ എന്തായാലും വെറുതെ പറഞ്ഞതാ, ചേച്ചി മനസ്സിലായി, എന്നാലും ചേച്ചി ഇനി അങ്ങനെ ഇടപെടരുതെന്നൊക്കെ പറഞ്ഞ് അത്രത്തോളം ശ്രുതിയേക്കാൾ ഇളയതായ വർഷ ശ്രുതിയെ ഉപദേശിക്കുന്ന ആ ഒരു തലത്തിൽ വരെ എത്തി. അവസാനം തനിക്ക് അവിടെ നിന്നാൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കി ശ്രുതി അവിടെ നിന്ന് നെട്ടോട്ടം ഓടി. പക്ഷേ ആ പ്രശ്നങ്ങൾ അവിടെ സോൾവ് ആയെങ്കിലും ശ്രുതിയുടെ പ്രശ്നങ്ങൾ സോൾവ് ആവുന്നില്ല. ശ്രുതിക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. ആദ്യമൊക്കെ ആണെങ്കിൽ ആന്റിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓരോ ദിവസവും കഴിയും തോറും എനിക്ക് വലിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് പോലും തനിക്ക് അറിയത്തില്ല എന്ന് ശ്രുതി ഇങ്ങനെ ചിന്തിക്കുവാണ്. എന്നാൽ ഈ നമുക്ക് വരുന്ന വയ്യാവേലികൾ കാറും പിടിച്ചു വരുമെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ശ്രുതിയുടെ അവസ്ഥ. ആ കാറും പിടിച്ചു വന്ന വയ്യാവേലി വേറെ ആരുമല്ല, വർഷയുടെ അമ്മ തന്നെയാണ്.
രാവിലെ തന്നെ രേവതി ജോലിയിലാക്കി തന്റെ കടയിലോട്ട് പോയി. ശ്രുതിയും ചന്ദ്രമതി ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാർ മുന്നിൽ വന്ന് ചന്ദ്രോദയത്തിന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിന്നു. അത് വർഷയുടെ അമ്മയായിരുന്നു. വർഷയുടെ അമ്മയെ കണ്ടപാടെ തന്നെ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ വർഷയുടെ അമ്മയെ അകത്തോട്ട് കൊണ്ടിരുത്തി, മഹിമയെ കൊണ്ട് അകത്തോട്ട് ഇരുത്തിയതിനു ശേഷം സംസാരിക്കുന്നതിന്റെ ഇടയിൽ രേവതി ഇവിടെ നിന്ന് ശ്രുതിയോട് ചോദിച്ചു. അപ്പോൾ രേവതി പുറത്തു പോയതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ രേവതി ജോലിക്ക് പോകുന്നതും രേവതി പൂക്കട ഇട്ടുന്നതിൻ്റെയും പേരിൽ ഒരുപാട് മഹിമയോട് രേവതിയെക്കുറിച്ച് ചന്ദ്രമതി കുറ്റം പറഞ്ഞു. അപ്പോൾ ചന്ദ്രമതി വിചാരിച്ചത് മഹിമയും രേവതിയെ കുറ്റപ്പെടുത്തുമെന്നാണ്. എന്നാൽ രേവതി ചെയ്യുന്നത് ഒരു ബിസിനസ് അല്ലേ, നല്ലൊരു കാര്യമല്ലേ, അതിനെന്തിനാ കുറ്റം പറയുന്നത് എന്നൊക്കെ മഹിമ സപ്പോർട്ട് ചെയ്തപ്പോൾ ചന്ദ്രമതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. താൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് ചന്ദ്രമതിക്ക് തോന്നി. അതിനിടയിലാണ് വർഷയും ശ്രീകാന്തും തമ്മിലുള്ള വിവാഹം പെട്ടെന്ന് നടന്നതുകൊണ്ട് തന്നെ ചടങ്ങൊന്നും നടത്താൻ പറ്റിയില്ല. അപ്പോൾ ബന്ധുക്കളെ അറിയിക്കാനെങ്കിലും ഒരു ചടങ്ങ് നടത്താനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് വർഷയുടെ താലിമാറ്റൽ ചടങ്ങ് നടത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടി ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അന്ന് തന്നെ വർഷയുടെയും ശ്രീകാന്തിന്റെയും താലികോർക്കൽ ചടങ്ങ് നമുക്ക് നടത്താമെന്ന് മഹിമ ചന്ദ്രമതിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു സന്തോഷം ചന്ദ്രമതിക്ക് തോന്നി. പക്ഷേ ശ്രുതിക്ക് എന്തോ ഒരു പ്രശ്നം നടക്കാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് മനസ്സിലായി. അതിനിടയിൽ തന്നെ ചന്ദ്രമതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സുധിയുടെയും ശ്രുതിയുടെയും വിവാഹവും പെട്ടെന്ന് നടത്തിയതാണ്, ഒരുപാട് ആർഭാടമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ താലിമാറ്റൽ ചടങ്ങും കൂടി ഈ ഒരു ഫംഗ്ഷൻ ഇടയിൽ നടത്താമോ എന്ന് ചന്ദ്രമതി ചോദിച്ചു. മഹിമയ്ക്ക് ഓക്കെയാണ്, മഹിമയ്ക്ക് എതിർപ്പൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ശ്രുതിയുടെ അച്ഛനെ വിളിച്ചു വരുത്തുകയും എന്നിട്ട് ഈ ചടങ്ങ് നടത്താനുമായിട്ടാണ് ചന്ദ്രമതി തീരുമാനിച്ചിരിക്കുന്നത്. മഹിമ പോയതിന് പിന്നാലെ തന്നെ ചന്ദ്രമതി ഈ കാര്യം ശ്രുതിയോട് പറയുകയും എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛനെ വിളിച്ചു വരുത്തണം, എന്നിട്ട് നിന്റെ അച്ഛനോട് പറഞ്ഞ് ഈ ഒരു ചടങ്ങിന് എത്രയും പെട്ടെന്ന് വന്നേ മതിയാകൂ എന്നൊക്കെ ശ്രുതിയോട് ചന്ദ്രമതി ആവശ്യപ്പെട്ടു. ശ്രുതി അത് അച്ഛന് തിരക്കായിരിക്കും ആന്റി എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചന്ദ്രമതി പറഞ്ഞു, എന്തൊക്കെ തിരക്കാണെങ്കിലും ഒരു കുഴപ്പമില്ല, ഈ ചടങ്ങിന് നിന്റെ അച്ഛൻ വന്നേ മതിയാകൂ. കല്യാണത്തിന് വന്നില്ല, ഒരു ഫംഗ്ഷനും നിന്റെ അച്ഛൻ വന്നിട്ടില്ല, അതുകൊണ്ട് ഈ താലിമാറ്റൽ ചടങ്ങിന് നിന്റെ അച്ഛൻ വരണം, ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം എന്ന് ചന്ദ്രമതി തീർത്തും പറഞ്ഞു. ശ്രുതിക്ക് രക്ഷയില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രുതി മീരയുടെ അടുത്തേക്ക് പോയതിനു ശേഷം താൻ അകപ്പെട്ട വലിയൊരു പ്രശ്നത്തെ പറ്റി മീരയോട് വിശദീകരിച്ചു. എന്നിട്ട് മീരയോട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇതിങ്ങനെ ശ്രുതി ചോദിക്കുമ്പോൾ, നിന്നോട് പലവട്ടം പറഞ്ഞതല്ലേ കള്ളങ്ങൾ പറയരുതെന്ന്, നീ ഇപ്പോൾ കഥയുണ്ടാക്കി അവസാനം വലിയൊരു കുരുക്കിൽ തന്നെ നീ വന്ന് പെട്ടില്ലേ. ഇനി ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നീ തന്നെ നിന്റെ അച്ഛൻ എവിടെയെങ്കിലും പോയതാണെന്നൊക്കെ പറഞ്ഞ് കള്ളക്കഥ ഉണ്ടാക്കല്ല, അത് എന്ത് ചെയ്യാനാണ്? ഇപ്പോഴും ശ്രുതിയുടെ മനസ്സിൽ ഒന്നും നടക്കത്തില്ല, ഇനി കഥയുണ്ടാക്കിയാലും നടക്കത്തില്ല. രേവതിയുടെ താലിമാറ്റൽ ചടങ്ങിന് സച്ചി തന്നെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി രേവതിക്ക് മാല വാങ്ങിച്ചു. പക്ഷേ എൻ്റെ ചടങ്ങിന് ഞാൻ തന്നെ മാല വാങ്ങേണ്ടി വരും, മാല, ഡ്രസ്സ്, ചടങ്ങിനുള്ള പൈസ, അങ്ങനെയൊക്കെ ഒരുപാട് പൈസ ഞാൻ തന്നെ കണ്ടെത്തേണ്ടി വരും, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ശ്രുതി ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ മഹിമ വീട്ടിൽ ചെന്നിട്ട് മഹിമയുടെ ഒരു ചിന്തയെന്ന് പറയുമ്പോൾ ഈ ഒരു ഫംഗ്ഷനോട് കൂടി തന്നെ ശ്രീകാന്തിനെയും വർഷയും എന്നേക്കുമായിട്ട് തന്റെ വീട്ടിൽ തന്നെ താമസിപ്പിക്കാനായിട്ടാണ് മഹിമ തീരുമാനിച്ചിരിക്കുന്നത്. അത് തന്റെ ഭർത്താവിനോട് മധുസൂദനനോടും പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ചില പ്ലാനുകളും ഞാൻ ഒരുക്കിയിട്ടുണ്ട്, എന്നാൽ സച്ചിയെ കൊണ്ട് തന്നെ ഞാൻ ആ പ്ലാന് വർക്കൗട്ട് ആക്കും. സച്ചി ഈ ഫംഗ്ഷന് വരുമ്പോൾ അവനെ കൊണ്ട് ഞാൻ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിപ്പിക്കും. അതോടുകൂടി വർഷയും ശ്രീകാന്തും എന്നേക്കുമായിട്ട് നമ്മളെ വീട്ടിൽ താമസിക്കുമെന്ന് മഹിമ പറയുന്നുണ്ട്. പക്ഷേ അത് വലിയൊരു പ്രശ്നം, ഈ ഒരു ചടങ്ങോടുകൂടി മിക്കവാറും രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ വലിയൊരു പ്രശ്നമുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ സച്ചി ഇതൊന്നും അറിഞ്ഞില്ല. രാത്രി രേവതിക്ക് വേണ്ടിയിട്ട് വലിയൊരു സമ്മാനമൊക്കെ കൊണ്ട് വന്നു. രേവതിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സച്ചി തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിൽ രേവതിയെ പട്ടിപ്പണിയെടുപ്പിക്കുന്ന ചന്ദ്രമതിയെ കണ്ടപ്പോൾ സച്ചിക്ക് സഹിച്ചില്ല. ചന്ദ്രയ്ക്ക് ഇതിനിട്ട് ഒരു പണി കൊടുത്തേ മതിയാകൂ എന്ന് സച്ചി മനസ്സിൽ വിചാരിച്ചു. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരെയും ബൈ.